സങ്കീർത്തനങ്ങൾ അധ്യായം 117. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുവിൻ, എന്തെന്നാൽ താൻ നല്ലവനും തൻ്റെ കരുണ എന്നേക്കുമുള്ളതുമാകുന്നു. തൻ്റെ കരുണകൾ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. തൻ്റെ കരുണകൾ എന്നേക്കുമുള്ളതെന്ന് അഹ്റോൻ്റെ ഭവനക്കാർ പറയട്ടെ. തൻ്റെ കരുണകൾ എന്നേക്കുമുള്ളതെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ കർത്താവിനെ നോക്കി വിളിച്ചു. കർത്താവ് എന്നോട് ഉത്തരമരുളി എന്നെ ആശ്വസിപ്പിച്ചു. എനിക്ക് സഹായകനായി കർത്താവുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? എനിക്ക് സഹായകനായി കർത്താവുണ്ട്, എന്നെ പകയ്ക്കുന്നവരുടെ നേരെ ഞാൻ നോക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. അധികാരിയിൽ ശരണപ്പെടുന്നതിനേക്കാൾ കർത്താവിൽ ശരണപ്പെടുന്നത് നല്ലത്. സകല ജാതികളും എന്നെ വളഞ്ഞു, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അവരെ നശിപ്പിച്ചു. അവർ എന്നെ ചുറ്റി വളഞ്ഞു, കർത്താവിൻ്റെ തിരുനാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. അവർ തേനീച്ചകൾ പോലെ എന്നെ വളഞ്ഞു, അവർ കരിയിലത്തി പോലെ കെട്ടുപോയി. തിരുനാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. ഞാൻ മറിഞ്ഞു വീഴുവാൻ തക്കവണ്ണം അവർ എന്നെ തള്ളിയെങ്കിലും കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ ശക്തിയും എൻ്റെ മഹത്വവും കർത്താവാകുന്നു. താൻ എനിക്ക് രക്ഷകനായി തീർന്നു. നീതിമാന്മാരുടെ കൂടാരത്തിൽ സ്തുതിയുടെയും രക്ഷയുടെയും ശബ്ദമുണ്ട്. കർത്താവിൻ്റെ വലങ്കൈ ബലം പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ വലങ്കൈ എന്നെ ഉയർത്തി. കർത്താവിൻ്റെ വലത് തൃക്കൈ ബലം പ്രവർത്തിച്ചു. ആകയാൽ ഞാൻ മരിക്കയില്ല, എന്നാലോ ഞാൻ ജീവിച്ചു കർത്താവിൻ്റെ പ്രവൃത്തികളെ പ്രസിദ്ധപ്പെടുത്തും. കർത്താവ് എന്നെ അധികം ശിക്ഷിച്ചു, എങ്കിലും മരണത്തിന് എന്നെ ഏൽപ്പിച്ചില്ല. ഞാൻ പ്രവേശിച്ചു കർത്താവിനെ സ്തോത്രം ചെയ്യുവാനായിട്ട്. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരണമേ. നീതിമാന്മാർ ഉൾപ്രവേശിക്കുന്ന കർത്താവിൻ്റെ വാതിൽ ഇതാകുന്നു. ഞാൻ നിന്നെ സ്തോത്രം ചെയ്യും, എന്തെന്നാൽ നീ എന്നോട് ഉത്തരമരുളി ചെയ്തു. നീ എനിക്ക് രക്ഷകനുമായി തീർന്നു. കൽപ്പണിക്കാർ നിരസിച്ചു തള്ളിയ കല്ല് പണിയുടെ ആണിക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ തിരുമുമ്പിൽ നിന്നുണ്ടായി. അത് നമ്മുടെ കണ്ണുകളിൽ അത്ഭുതവുമാകുന്നു. കർത്താവ് രക്ഷ നടത്തിയ ദിവസം ഇതാകുന്നു. വരുവിൻ, ഇന്ന് നമുക്ക് സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, എന്നെ രക്ഷിക്കണമേ. കർത്താവേ, എന്നെ വീണ്ടുകൊള്ളണമേ. കർത്താവിൻ്റെ തിരുനാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വാഴ്ത്തി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പ്രകാശിപ്പിച്ച ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ വരെയും ചങ്ങലകൾ കൊണ്ട് ഞങ്ങളുടെ പെരുന്നാളുകളെ ബന്ധിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സ്തുതിക്കും. കർത്താവിനെ സ്തോത്രം ചെയ്യുവിൻ, എന്തെന്നാൽ താൻ നല്ലവനും തൻ്റെ കരുണ എന്നേക്കുമുള്ളതുമാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ.